ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇത് നമ്മൾ ബികോമിൻ്റെ 4th സെമ്മിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബ്ലോക്ക് 2ലേക്ക് കടക്കാണ്. ബ്ലോക്ക് 2 വരുന്നത് അക്കൗണ്ടിങ് ഫോർ ഡിബെഞ്ചേഴ്സ് ആണ്. നമ്മൾ ഷെയറിൻ്റെ കാൽക്കുലേഷനാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചത്. ഷെയർ പോലെ തന്നെ കമ്പനി ഇറക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഫണ്ട് കളക്ട് ചെയ്യാൻ, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചേഴ്സ് എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ യൂണിറ്റ് ഡിബെഞ്ചറിനെ കുറിച്ചുള്ള ചെറിയൊരു തിയറി പോർഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഡിബെഞ്ചേഴ്സ്. എന്താണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്? അതിൻ്റെ മീനിങ്: ഇറ്റ്സ് എ റിട്ടൺ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ഇതൊരു പേപ്പർ സർട്ടിഫിക്കറ്റ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, റിട്ടൺ ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ കമ്പനിയുടെ സീൽ ഉണ്ടാവും. അക്നോളജിങ് എ ഡെപ്റ്റ്, അതായത് കടം വാങ്ങിയത് പോലെയുള്ള കടത്തിന് തെളിവായിട്ട് നൽകുന്ന, അതായത് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റ് ആണ്. ഷെയർ എന്ന് പറയുന്നത് ഡെപ്റ്റ് അല്ല. ഷെയർ കമ്പനിയുടെ ഓണർഷിപ്പായി മാറലാണ്, ഓണറായി മാറലാണ് ഷെയർ എടുക്കുന്ന ആൾ. ഇവിടെ ഓണർ ഒന്നുമല്ല, ഓണർഷിപ്പും ഇല്ല. കടം വാങ്ങിയ പോലെ, കടം വാങ്ങിയാൽ നമ്മൾ എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഡിബെഞ്ചർമ നമ്മൾ കൊടുക്കുന്നത് പലിശയാണ്. ഷെയർമ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നതിന് പലിശ എന്നല്ല, ഇൻട്രസ്റ്റ് എന്നല്ല പേര്. ഷെയർമ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നതിന് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന് ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. അപ്പൊ തന്നെ നമുക്കറിയാം, മനസ്സിലാക്കാം, ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, കടമാണ്. ഇറ്റ് കണ്ടൻസ് എ കോൺട്രാക്ട് ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം, ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ്, വാങ്ങിയ ക്യാഷും അതിന്റെ പലിശയും അടക്കം തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മീനിങ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കമ്പനി ആക്ടിന്റെ ഡെഫിനിഷൻ: ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ദ ഡിബെഞ്ചർ സ്റ്റോക്ക്, ബോണ്ട്സ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ്. ബോണ്ടോ ഡിബെഞ്ചറോ എന്തോ ആവാം, കടം വാങ്ങിയത് പോലെയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. വെദർ കോൺസ്റ്റിറ്റ്യൂഷൻ ചാർജ് ഓൺ അസറ്റ് ഓഫ് ദ കമ്പനി ഓർ നോട്ട്. ഈ ഡിബെഞ്ചർ കൊടുക്കുന്ന സമയത്ത്, കടം വാങ്ങുന്ന സമയത്ത്, കടം വാങ്ങുന്ന ആൾക്ക് നമ്മളൊരു ഉറപ്പ് കൊടുക്കണം. അതായത് കമ്പനി പൂട്ടിപ്പോയാലും ഇത് തിരിച്ചു തരണമല്ലോ, തിരിച്ചു കൊടുക്കണം. അതിന് ഒരു ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വെക്കും. ആ സെക്യൂരിറ്റി കമ്പനിയുടെ അസറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു അസറ്റിന്റെ സെക്യൂരിറ്റിയിലായിരിക്കും ഈ ഡിബെഞ്ചർ കൊടുക്കുക. അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യണം എന്നില്ല. ചില സമയത്ത് അങ്ങനെ ചെയ്യും, ചിലത് അത് ഇല്ലാണ്ടെയും സെക്യൂരിറ്റി ഇല്ലാതെയും ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഡെഫിനിഷനും കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫീച്ചേഴ്സ്, ഡിബെഞ്ചറിന്റെ ഫീച്ചേഴ്സ് തിയറി പോർഷൻ എന്നുള്ള കാര്യമായിട്ട് ശരിക്കും വായിച്ച് പഠിക്കണം. അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേപ്പറാണ്, ഒരു ഡോക്യുമെന്റ് ആണ് അത്. ഇറ്റ് ഇസ് എ ഫോർമൽ സർട്ടിഫിക്കറ്റ് ഓഫ് എ ലോൺ ടേക്കൻ ബൈ എ കമ്പനി. കമ്പനി ലോൺ എടുത്തതായിട്ട് കാണിക്കുന്ന, കമ്പനി കടം വാങ്ങിയതായിട്ട് കാണിക്കുന്ന ഒരു എവിഡൻസ് ആണ്, സർട്ടിഫിക്കറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത: ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഡിബെഞ്ചർമ കിട്ടുക. ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റ് കാൾഡ് ദി കൂപ്പൺ റേറ്റ്, യൂഷ്വലി ആനുവലി ഓർ സെമി ആനുവലി. ഡിബെഞ്ചർ ഒരു കമ്പനി എടുത്താൽ ആ കമ്പനി എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് എന്ന് കൊടുക്കണം എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. എത്ര കൊടുക്കണമെന്നും ഡിബെഞ്ചറിന്റെ മുൻകൂട്ടി എഴുതിയിട്ടുണ്ടാവും. ആ എത്ര കൊടുക്കണം എന്നുള്ള റേറ്റിന് കൂപ്പൺ റേറ്റ് എന്നാണ് ബിസിനസ്സിൽ നമ്മൾ സാധാരണ പറയുക. അപ്പൊ കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചർമേലുള്ള ഇൻട്രസ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഡിബെഞ്ചർമേല് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് സ്ഥിരമായിട്ട് കൊടുക്കും. നേരെ മറിച്ച് നമ്മൾ ഷെയർ എടുക്കുമ്പോൾ എന്തില്ല? ഫിക്സഡ് എമൗണ്ട് ഇല്ല, ഫിക്സഡ് ഇന്റർവെൽ ഇല്ല. അത് എങ്ങനെയാണ്? നമ്മൾ ഒരു ഇക്വിറ്റി ഷെയർ എടുത്ത ആൾക്ക് നമ്മൾ അങ്ങോട്ട് തിരിച്ചെന്താണ് കൊടുക്കുക? അതിന്റെ പേര് ഡിവിഡൻഡ് ആണ്. അത് കൊടുക്കുന്നത് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നല്ല എമൗണ്ട് കൊടുക്കാം. പ്രോഫിറ്റ് കുറയുമ്പോൾ ആ കൊടുക്കുന്ന ഡിവിഡൻഡിന്റെ എമൗണ്ടും കുറയും. ലാഭമില്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഡിബെഞ്ചറിന്റെ കേസിൽ നമ്മൾ ഒരു നിശ്ചിത തുക പറഞ്ഞ ഇന്റർവെൽ അനുസരിച്ച് കറക്റ്റായി കൊടുത്തിരിക്കണം. അതാണ് ഡിബെഞ്ചറിന്റെ മറ്റൊരു പ്രത്യേകത. ചാർജ് ഓൺ അസറ്റ്, എൻ്റെ മീനിങ്ങിൽ പറഞ്ഞിരുന്നു.
ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അസറ്റ് വേണം. അസറ്റ് മേലെ നമ്മൾ ചാർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ അസറ്റിനെ ഒരു സെക്യൂരിറ്റി ആക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ. എല്ലാ കമ്പനിയും അങ്ങനെ ചെയ്യും എന്നില്ല. മിക്കവാറും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. അതായത് ഇഫ് ദ കമ്പനി ഫെയിൽസ് ടു പേ, ദ ഡിബഞ്ചർ ഓൾവേസ് ക്യാൻ സെൽ ദോസ്. കമ്പനിക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അതൊരു സെക്യൂരിറ്റി ആണ്, വേണമെങ്കിൽ അത് വിറ്റിട്ട് ക്യാഷ് ഈടാക്കാം. നോ വോട്ടിംഗ് റൈറ്റ്സ്. ഷെയർ എടുക്കുന്ന ആൾക്ക് കമ്പനിയുടെ ഓണറാണ്, അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തില്ല, അവർ ക്രെഡിറ്റേഴ്സ് ആണ് ആൻഡ് കനോട്ട് വോട്ട് ഇൻ ദ കമ്പനീസ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ പോകാനോ അതിന് മീറ്റിംഗിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാനോ അവർക്ക് അവകാശമില്ല. ഫിക്സഡ് മെച്യൂരിറ്റി. ദേ ആർ ജനറലി റീപേബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഡിബഞ്ചർ തിരിച്ചു കൊടുക്കണമെന്ന് ഡിബഞ്ചർ ഇറക്കുന്ന സമയത്ത് തന്നെ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ റിഡീമബിൾ എന്നാണ് പറയുക. ദെൻ പ്രയോറിറ്റി ഇൻ എ പേയ്മെന്റ്. ഇൻ ദി ഇവന്റ് ഓഫ് ലിക്വിഡേഷന്റെ സമയത്ത്, അതായത് കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ബിഫോർ എനി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ്, അവരുടെ എമൗണ്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ആരെ ക്ലിയർ ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ, ഡിബഞ്ചർ എടുത്ത ആൾക്കാർക്കുള്ള ക്യാഷ് ആദ്യം കൊടുക്കണം. അതുകൊണ്ട് ഡിബഞ്ചറിന് ഒരു പ്രത്യേകത പ്രയോറിറ്റിയാണ്, പേയ്മെന്റിൽ പ്രയോറിറ്റി ഉണ്ടെന്ന് പറയാം. ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഡിബഞ്ചറിന്റെ ഒരു തരംതിരിവാണ്. ഡിബഞ്ചറിനെ ഈ പറയുന്ന കുറച്ച് ബേസിൽ തരംതിരിച്ചിട്ടുണ്ട്. ഓൺ ദി ബേസ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ സെക്യൂർഡ്, അതായത് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും. മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ തന്നെ പണയമാണ്. നമ്മളൊരു പണയം വെക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടാണ്. അതായത് മീനിങ്ങിൽ നമ്മൾ പറഞ്ഞു, കമ്പനിയുടെ അസറ്റ് വെച്ചിട്ടാണ് എന്ത് കൊടുക്കുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അസറ്റ് സെക്യൂരിറ്റി ആക്കി വെച്ചിട്ട്. എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു അസറ്റ് സെക്യൂരിറ്റി ആക്കിയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മോർട്ട്ഗേജ് ഡിബഞ്ചർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡിബഞ്ചർ എന്ന് പറയും. ഇനി അസറ്റ് സെക്യൂരിറ്റി ആക്കി വെക്കാതെ, വിത്തൗട്ട് എനി സ്പെസിഫിക് സെക്യൂരിറ്റി ഓർ ചാർജ്, അങ്ങനെ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഓൺ ദി ബേസ് ഓഫ് ടെനോർ, അതായത് സമയം. റെഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്, ഇറെഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്. റീപെയ്ഡ് ഓഫ് ദ കമ്പനി അറ്റ് ദി എൻഡ് ഓഫ് സ്പെസിഫിക് പീരിയഡ്. ഡിബഞ്ചർ ഇറക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. ഒന്ന്, അത് എപ്പോഴാണ് റെഡീം ചെയ്യുക അല്ലെങ്കിൽ റീപേയ്മെന്റ്. രണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഷെയർ ഇറക്കുമ്പോൾ 10% ഡിബഞ്ചർ ഇറക്കുമ്പോൾ 10% ഡിബഞ്ചർ 3 വർഷത്തിന് ശേഷമുള്ള റെഡീമബിൾ ടൈമും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ റെഡീമബിൾ ടൈം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പെസിഫിക് പീരിയഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇറെഡീമബിളോ, നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദി കമ്പനീസ് ലൈഫ് ടൈം. കമ്പനിയുടെ ലൈഫ് ടൈം അത് എന്ത് ചെയ്യേണ്ട, റെഡീം ചെയ്യേണ്ടാത്ത ഷെയറിനെ ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്നും പറയും. കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്താൽ മതിയാവും. ഓൺ ദി ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി, ഷെയറും ഡിബഞ്ചറും എടുക്കുന്ന ആൾക്കാർക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാറുണ്ട്. ഷെയർ എടുത്ത ആൾക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ സർട്ടൻ പീരിയഡ്. കുറെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഡിബഞ്ചർ എടുത്ത ആൾക്ക് ആ ഡിബഞ്ചർ ഷെയർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്തിനാണ് ഡിബഞ്ചർ ഷെയർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? തുടക്കത്തിൽ വലിയ ലാഭമൊന്നും ഇല്ലാത്ത കമ്പനി അവരുടെ ഡിബഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് ആ കമ്പനി വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഷെയർ എടുത്ത ആൾക്കാർക്കൊക്കെ വലിയ പ്രോഫിറ്റ് ഡിവിഡൻഡ് കിട്ടും. ഡിബഞ്ചർ എടുത്ത ആൾക്ക് അന്ന് ഫിക്സഡ് പലിശ മാത്രമേ, ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെയറിനെ എന്ത് ചെയ്യാം, ഡിബഞ്ചറിനെ ഷെയർ ആക്കി മാറ്റാം. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നമ്മൾ ഡിബഞ്ചർ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഷെയർ എടുക്കുന്നതാണ്. അപ്പോൾ നിലവിലുള്ള പഴയ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കൺവേർട്ട് ആവാനും ഉള്ള അവസരം കൊടുക്കും. അത്തരത്തിലുള്ള ഡിബഞ്ചറിനെ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയും. നോൺ കൺവേർട്ടബിൾ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. cannot be converted into shares. On the basis of record,
ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ അവരുടെ പേര് കമ്പനിയുടെ റെക്കോർഡിൽ എഴുതി വെച്ചിട്ട് റെക്കോർഡ് ചെയ്തവർക്ക് മാത്രം ഡിവിഡൻഡ് കൊടുക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവിഡൻഡിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും. അതായത് ഡിബഞ്ചർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ പേരിലാണോ ആ ഡിബഞ്ചർ എടുത്തത് അയാൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയുള്ളതിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നു. എന്നാൽ ബിയറർ ഡിബഞ്ചർ ഉണ്ട്. ഫസ്റ്റ് എടുത്ത ആൾക്ക് മാത്രമല്ല, അത് ആരുടെ കൈവശമാണോ ഉള്ളത് അയാൾക്കൊക്കെ കിട്ടും. അതിനെ ബിയറർ ഡിബഞ്ചർ എന്നാണ് പറയുക. ട്രാൻസ്ഫറബിൾ ആണ് ഇത്. ബൈ സിമ്പിൾ ഡെലിവറി ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു ഹു എവർ ഹോൾഡ് ദി ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾക്കായിരിക്കും അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടുക. അങ്ങനെയുള്ളതിനെ ബിയറർ ഡിബഞ്ചർ എന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു തിയറി പോർഷൻ ആയിട്ട് പറയാനുള്ളത്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണ്. എങ്ങനെയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക? ഇൻട്രൊഡക്ഷൻ ടു ഇഷ്യൂ ഡിബഞ്ചർ. നമ്മൾ സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ടാവും. പ്രോസ്പെക്ടസ് ഡിബഞ്ചറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. എന്നിട്ട് ആളുകൾ അപേക്ഷിച്ച് സ്വീകരിക്കും, അതിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യും. ആ ക്യാഷിനെ പിന്നീട് കമ്പനിയുടെ കടം വാങ്ങിയ പോലെയുള്ള എമൗണ്ട് ആണ്, അതിനെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും. The process of issuing debentures is very similar to issue of shares. The company issue a prospectus, receive application and allots the debentures to the investors. Since debentures are a loan, അതൊരു ലോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. The company effectively borrows face value from the public and promises to pay interest. ഒരു ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാകും. ആ ഫേസ് വാല്യൂയിൽ തന്നെ ആയിരിക്കും കളക്ട് ചെയ്യുക. അതല്ലാതെയും കളക്ട് ചെയ്യാറുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതുമല്ലൊരു നിശ്ചിത ഇൻട്രസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിനെ നമുക്ക് കൂപ്പൺ റേറ്റ് എന്നും വിളിക്കാം. ഇനി ക്യാഷിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതികളിലൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചർ ഇഷ്യൂസ് അറ്റ് എ പാർ ആൻഡ് റെഡീമബിൾ അറ്റ് എ പാർ. എല്ലാ ഡിബഞ്ചറും എന്താണ്, റെഡീമബിൾ ആണ്, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇഷ്യൂ അറ്റ് പാർ നമ്മൾ നേരത്തെ കേട്ട ഷെയറിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ. പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ. ആ ഫേസ് വാല്യൂവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാതെ ഒരേ വാല്യൂയിൽ തന്നെ ഷെയർ വിൽക്കുക. അതായത് കൂടുതൽ വാങ്ങുന്നില്ല, കുറച്ച് വാങ്ങുന്നില്ല. എന്നാൽ ചില സമയത്ത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യും. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഈ ടൈറ്റിൽസ് മാത്രം പറഞ്ഞു പോവാണ്. ഇഷ്യൂ അറ്റ് എ പ്രീമിയം, ഇഷ്യൂ അറ്റ് എ പാർ ആൻഡ് പ്രീമിയം. അതായത് റെഡീമബിൾ പ്രീമിയത്തിൽ പാറിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിൽ റെഡീം ചെയ്യാം. റെഡീം ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങുക. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂസ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആണ് ഇഷ്യൂ അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഡിബഞ്ചർ പാറിന് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. അതായത് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റച്ച് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഈ മണീനെ നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യണം. ബാങ്കിലാണ് ക്യാഷ് വരിക, അതിനെ ഡിബഞ്ചർ അക്കൗണ്ട് അതിന്റെ പെർസെൻറ്റേജ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് അതിലേക്ക് മാറ്റണം. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റച്ച് ടു ഡാഷ് പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് ഡാഷ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് കൂപ്പൺ റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ കൂപ്പൺ റേറ്റ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. 9% ആണെങ്കിൽ അങ്ങനെ, 10% ആണെങ്കിൽ അങ്ങനെ എഴുതണം. ഇങ്ങനെ രണ്ട് എൻട്രി ആണ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ട രണ്ട് എൻട്രി. ഈ ബുക്കിൽ തന്നെയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ പ്രോബ്ലം നോക്കൂ. ശങ്കർ ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് 50 ഈച്ച്. 50 രൂപ വരുന്ന 50,000 ഷെയർ. അതിന്റെ കൂപ്പൺ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നത് 9% ആണ്. അപ്ലിക്കേഷന്റെ സമയത്താണ് ക്യാഷ് കൊടുക്കേണ്ടത്. ആ സ്പെസിഫൈഡ് ദി പ്രോസ്പെക്ടസ് റെഡീമബിൾ അറ്റ് പാർ ആഫ്റ്റർ 3 ഇയേഴ്സ്. 3 വർഷത്തിന് ശേഷം അത് റെഡീം ചെയ്യും. അപ്പൊ അതിനും എൻട്രി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ആ കംപ്ലീറ്റ് എൻട്രി ഒന്നും നോക്കുന്നില്ല.
റെക്കോർഡ് ദ റിക്വയർഡ് ജേണൽ എൻട്രി ഫോർ ദ ഇഷ്യൂ ഓഫ് ദിസ് ഡിബഞ്ചേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് ശങ്കർ ലിമിറ്റഡ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി മാത്രമാണ് നമ്മളോട് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്. 2 എൻട്രി മാത്രമേ നമുക്ക് ഇപ്പോൾ തൽക്കാലം എഴുതാനുള്ളൂ. അത് ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോഴുള്ള എൻട്രി ആണ്. ഇതിൽ വരുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ഈ 25 ലാക്കാണ്. 25 ലാക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 50,000 ഷെയർ 50 രൂപ വെച്ചിട്ട് അത് 25 ലാക്ക് വരും. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആണ് നരേഷൻ വരുന്നത്. ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് മാറ്റണം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു 9% ഡിബഞ്ചർ. 9% നമ്മളവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷിനെ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണീനെ എന്ത് ചെയ്തു? ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർഡ് ടു 9% ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ 2 എൻട്രി വരുന്നത്. അപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ആ ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.